സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള തീരുമാനം സർക്കാർ അറിയാതെ ഫാം മാനേജ്മെന്റ് ഒറ്റയ്ക്കാണ് കൈക്കൊണ്ടത് എന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തം. 2004 കരാർ പ്രകാരം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സെക്രട്ടറിയും പട്ടികജാതി പട്ടികവർഗ ഓഫീസ് ഡയറക്ടറിനുമാണ് ഫാമിന്റെ അധികാരം. 2004 ജൂൺ മാസം 21 ഒപ്പിട്ട കരാർ പ്രകാരം ഫാം കോർപ്പറേഷന് ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമാണുള്ളത്. ഇത് മറികടന്നാണ് ഫാം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയത്. നിഖിലുണ്ട്. നിഖിൽ, ആദിവാസി പുനരധിവാസ മേഖലയിൽ സർക്കാർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് പാട്ടത്തിന് നൽകിയ നടപടി, ഇതിനെതിരെയായിരുന്നു സമരം ഇത്രയും ദിവസമായും അവിടെ തുടർന്നുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രകാരം എന്താണ് മനസ്സിലാകുന്നത്? ഈ സർക്കാർ അറിയാതെ ഫാം മാനേജ്മെന്റ് ഒറ്റയ്ക്കാണ് ഈ തീരുമാനങ്ങളെല്ലാം ആറളം ഫാമിലെ 655 ഏക്കർ സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള തീരുമാനമെടുത്തതെന്നാണോ? തീർച്ചയായും സേതുലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം 2004 കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന പട്ടികവർഗ വകുപ്പ് ഈ ആറളത്തെ ഭൂമി വാങ്ങുന്നത്. അന്ന് കൃത്യമായ കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാറിൽ പറയുന്ന പല കാര്യങ്ങളും പാലിക്കാതെ തന്നെയാണ് ആറളം ഫാം മാനേജ്മെന്റ് ഇത്തരത്തിൽ ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി നൽകാനുള്ള തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 2004 ജൂൺ 21 ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ കൃത്യമായി പറയുന്നത് ഈ ആറളം ഫാമിൻ്റെ ആകെയുള്ള അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് SC/ST വകുപ്പിൻ്റെ സെക്രട്ടറിക്കാണ് ഒന്നാമത് അധികാരം വരുന്നത്. അതിന് തൊട്ട് താഴെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർക്കാണ് ഇതിൻ്റെ ചുമതല വരുന്നത്. അതിനും കീഴിൽ മാത്രമാണ് പിന്നീട് രൂപീകരിക്കപ്പെട്ട ആറളം ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള ഈ ഫാം മാനേജ്മെൻറ്റ് സംവിധാനത്തിന് അതിൻ്റെ ചുമതലകൾ വരുന്നത്. ഈ ആറളം ഫാം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടുത്തെ ഭൂമി സംരക്ഷിക്കുക, അവിടെ പുനരധിവസിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആദിവാസികൾക്ക് കൃത്യമായി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തുടങ്ങിയവയാണ് അവരുടെ അധികാരം. അതിനു മുകളിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ SC/ST ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറുടെ ഉൾപ്പെടെ അനുമതി വാങ്ങണം. അവരാണ് അതിൻ്റെ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. ഫൈനൽ അതോറിറ്റി എന്നത് തന്നെയാണ് ഈ 2004 ഒപ്പിട്ട കരാറിൽ വ്യക്തമാകുന്നത്. പക്ഷേ ആ കരാറിലെ കാര്യങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ആറളം ഫാമിലെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മന്ത്രി OR കേളുവും വ്യക്തമാക്കിയത് ഇത് തന്നെയാണ്. ഈ ഫാം മാനേജ്മെൻറ്റിന് അപ്പുറത്തേക്ക് ഇതിന് ബന്ധപ്പെട്ട ഡയറക്ടറോ അല്ലെങ്കിൽ ഈ വകുപ്പ് സെക്രട്ടറിയോ ഒന്നും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വിവരാവകാശ രേഖകൾ പ്രകാരം ഈ രണ്ട് ഡയറക്ടറും ഇക്കാര്യം ശരി നിഖിൽ.